നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് താഴെ പരിഹാസ കമന്റുമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഇനി അഭിജിത് ദീപിന്റെ കാര്യം എന്താകുമെന്നത് കണ്ടറിയണം. ഇങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം, അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദ വിഷയം ആയിട്ടുള്ള സമയത്ത് വലിയൊരു ചരിത്രം തന്നെയാണ് നമ്മൾ കണ്ടത്. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഡൽഹി ജന്തർ മന്ദിറിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നു, വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. ഇതുവരെ രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിൽ പ്രത്യേക തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. അതായിരുന്നു യഥാർത്ഥത്തിൽ നീറ്റ് ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരം. ഈ സമയത്ത് പ്രധാനമന്ത്രി ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെടുത്തു. അതായത് എല്ലാ മന്ത്രിമാർക്കും ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്നത് നിർബന്ധമാക്കി മാറ്റുന്ന സാഹചര്യം. ആ സമയത്ത് പ്രധാനമന്ത്രി പങ്കുവച്ച പ്രധാനപ്പെട്ട ഒരു വീഡിയോ മെറ്റ തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവച്ചു. പക്ഷേ ആ സംഭവത്തിൽ മെറ്റ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയ കാഴ്ചയാണ് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ കണ്ടത്. മോദിയോട് ക്ഷമ ചോദിച്ച് മെറ്റ പോലും രംഗത്തെത്തിയ സമയത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നേർക്കുനേർ എന്നുള്ളത് പോലെ CJP നേതാവ് അഭിജിത് ദീപ്കെ ഈ ഒരു കമന്റ് നൽകിയിരിക്കുന്നത്. അഭിജിത് ദീപ്കയെ കുറിച്ച് രാജ്യം ഇന്നൊന്നടങ്കം സംസാരിക്കുകയാണ്. കാരണം വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം ഒരുപോലെ സംസാരിച്ചിട്ടും നേരിടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒന്ന് തലകുനിക്കാനോ ഒന്ന് മുട്ടുമടക്കാനോ സാധിപ്പിക്കാത്ത ഒരാളാണ് മോദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, തീരുമാനങ്ങൾ അതെപ്പോഴും ശക്തമായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ വിവാദത്തിൽ കേന്ദ്രം തന്നെ മുട്ടുമടക്കുകയും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി രാജിവെക്കില്ല എന്ന് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ആ രാജി പോലും സംഭവിച്ചത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച അഭിജിത് ദീപ്കെ നേർക്കുനേർ പ്രധാനമന്ത്രിക്ക് കൊമ്പ് കോർക്കുമ്പോൾ ഇനി എന്താകും അഭിജിത്തിന്റെ കാര്യം എന്നത് കണ്ടറിയണം. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചെറിയൊരു കമന്റ് തന്നെ വലിയ രീതിയിൽ സെൻസേഷണൽ വാർത്തയായി മാറിക്കഴിഞ്ഞു. നേർക്കുനേർ അഭിജിത്ത് നിൽക്കുമ്പോൾ, അതും നരേന്ദ്രമോദിയോട് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇനി അടുത്ത ഘട്ടം എന്താകും എന്നത് തന്നെയാണ് ജനങ്ങളും ഉറ്റുനോക്കുന്നത്. കാരണം അഭിജിത്ത് നൽകിയിരിക്കുന്നത് കേവലം ഒരു കമന്റ്, അല്ലെങ്കിൽ കേവലം ഒരു വിമർശനമായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ വരികൾ എന്നുള്ളതാണ്. പക്ഷേ അത് മോദിക്കെതിരെ ആകുമ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം വളരുന്നത്. മെറ്റ പോലും മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയ സാഹചര്യത്തിൽ അതിലെ കേവലം ഒരു ഉപഭോക്താവായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്കെതിരെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു കമന്റ്, ഇത്തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ഒരു കമന്റ് ഇടുന്നു എന്ന് പറയുമ്പോൾ അഭിജിത്തിന്റെ ഇൻസ്റ്റഗ്രാം തന്നെ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അടിച്ചു പോയേക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വലിയൊരു സെൻസേഷൻ സമയമാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്നുള്ളത്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൂട്ടമായിട്ടാണ് പലരും നിലപാട് അറിയിച്ചുകൊണ്ട് പല ആളുകളെയും അൺഫോളോ ചെയ്യുന്നതും പല ആളുകളെ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പല പോസ്റ്റുകളും പങ്കുവെച്ച പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെടുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രധാനമന്ത്രിക്കെതിരെ നേരിട്ട് ഇത്തരം ഒരു പരിഹാസ കമന്റ് നൽകിയിട്ടുള്ള അഭിജിത്തിന്റെ കാര്യം എന്താണ് എന്നത് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. എന്തായാലും ആ ഒരു ചെറുപ്പക്കാരന്റെ ധൈര്യത്തെ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ജൻസികൾ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അഭിജിത്തിനെ പോലെ പറയാനുള്ളത് നേർക്കുനേർ നിന്ന് പറയണം ഇനിയുള്ള തലമുറയെങ്കിലും എന്നാണ് പല ജൻസികളും ഇപ്പോൾ അഭിജിത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് താഴെ പരിഹാസ കമന്റുമായിട്ട് വന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ ഇത്തരമൊരു നിലപാട് അത് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒരേപോലെ ഇടം പിടിച്ചിരിക്കുന്നു. മോദിയുടെ ചർമ്മം രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതാണ് എന്നുള്ള ഒരു ഹാസ്യരൂപത്തിലുള്ള, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് ദീപ്കെ നൽകിയിരിക്കുന്നത്, പരിഹസിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ ബില്ല് പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസ്സായതിനെ പ്രശംസിച്ച് മോദി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് ദീപ്കെ ഇത്തരമൊരു കമന്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ കമന്റിൽ പറയുന്നത് ഇങ്ങനെയാണ്:
നിങ്ങളുടെ ചർമ്മം ഈ രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതാണ്. അഭിജിത്ത് ദീപ്കെ പരിഹസിച്ചു. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ പരിഹസിച്ച ദീപ്കെ രംഗത്തെത്തുന്നത് പതിവായിരിക്കുകയാണ്. മോദി പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് ഇൻഫ്ലുവൻസർ ആകണമെന്നും അദ്ദേഹം അത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് എന്നുമായിരുന്നു ദീപ്കയുടെ ആദ്യ പരിഹാസം. സർക്കാർ വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്നും ദീപ്കെ ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ ഭീകരവാദികളല്ലെന്നും രാജ്യത്തിന്റെ ഭാവിയാണ് എന്നും ദീപ്കെ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും പുതിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ബില്ല് പാസ്സായത് കൂടുതൽ വിശ്വസനീയമായ ഒരു പരീക്ഷാ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനും ചോദ്യപേപ്പർ ചോർത്ത മാഫിയകളെ അടിച്ചമർത്തുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പെന്നായിരുന്നു മോദി പറഞ്ഞത്. സുഹൃത്തുക്കളെ, വിശ്വസനീയമായ ഒരു പരീക്ഷാ സമ്പ്രദായം കെട്ടിപ്പടുക്കുന്നതിനായി നമ്മൾ ഒന്നിനു പിറകെ ഒന്നായി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുന്നതാകട്ടെ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതാകട്ടെ, അല്ലായെങ്കിൽ സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാകട്ടെ, ഈ ദിശയിൽ നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു മോദി പറഞ്ഞത്. രാജ്യത്തുടനീളമുള്ള സർക്കാരുകളെ പതിറ്റാണ്ടുകളായി ചോദ്യപേപ്പർ ചോർച്ച വേട്ടയാടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും സംരക്ഷിക്കുന്നതിനായി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നതിന്റെയും സാങ്കേതികവിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയും സർക്കാർ തിരിച്ചറിഞ്ഞു എന്നായിരുന്നു അന്ന് ആ വീഡിയോയിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം അത്തരം സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പങ്കുവെച്ച വീഡിയോകൾക്കൊക്കെ താഴെ അഭിജിത്ത് ദീപ്കെ വിമർശനാത്മകമായിട്ടുള്ള പരിഹാസം കലർന്നിട്ടുള്ള കമന്റുകൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത് നമ്മൾ കണ്ടു. അതായത് മെറ്റ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മാപ്പ് പറയുന്നു. മെറ്റ ഇന്ത്യ മേധാവിക്കെതിരെ കേസെടുത്ത് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് പുറത്തു വരുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോർഫ് ചെയ്ത AI വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. വ്യവസായി അരവിന്ദ് റെഡ്ഡി, BJP നേതാവ് സായ് കിരൺ എന്നിവരാണ് ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. നിരവധി സോഷ്യൽ മീഡിയയിൽ യൂസേഴ്സിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ മോർഫ് ചെയ്ത വീഡിയോ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെന്ന് പോലീസ് വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. വീഡിയോ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്നും BNSSന്റെയും IT വകുപ്പിന്റെയും ലംഘനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പോലീസ് ഈ വിഷയത്തിൽ പറയുന്നു. വീഡിയോയുടെ സോഴ്സ് തേടുകയാണ് നിലവിൽ പോലീസ്. വീഡിയോ നിർമ്മിച്ചതും അപ്ലോഡ് ചെയ്തതും പങ്കുവച്ചതുമായിട്ടുള്ള ആളുകളുടെ പങ്ക് പരിശോധിക്കുമെന്ന് പോലീസ് മേധാവി വ്യക്തമാക്കുകയും ചെയ്തു. AI ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ, വ്യാജ പരസ്യങ്ങൾ, തെറ്റിദ്ധാരണ പരത്തുന്ന മറ്റ് ഉള്ളടക്കങ്ങൾ എന്നിവ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെ കുറിച്ചുള്ള വിശദീകരണവും നൽകാൻ മെറ്റ പ്രതിനിധികളെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് വിളിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം മേധാവിക്കെതിരെ കേസെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രത്യേകിച്ച് നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു. അന്വേഷണത്തിനിടെ ശേഖരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാകുക എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അഭിജിത്ത് ദീപ്കയെ പോലുള്ള ആളുകൾ സ്വന്തം പ്രൊഫൈൽ ഉപയോഗിച്ച് യാതൊരു തരത്തിലും പേടികൂടാതെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നതും ഒരു തരത്തിൽ ഒരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം പലരും വിമർശനം ഉന്നയിക്കാനായിക്കോട്ടെ, ഒരാളെ പരിഹസിക്കാനായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും തന്റെ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ മോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ നടത്തുന്നു എന്ന് പറയുന്നത് അതൊരു തെറ്റ് തന്നെയാണ്. അതിനെതിരെ നിയമ നടപടി വേണവും താനും. പക്ഷേ അഭിജിത്ത് ദീപ്കെ പോലെയുള്ള ആളുകൾ നൽകുന്ന പരിഹാസങ്ങൾ അതൊരു പക്ഷേ ഒരു തരത്തിലെങ്കിലും യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അഭിജിത്ത് ദീപ്കയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളടക്കം ഇനി എത്തരത്തിലാണ് പ്രവർത്തിക്കുക എന്നത് നമുക്ക് കണ്ടറിയണം. അതേസമയം ഒരു തരത്തിൽ അഭിജിത്ത് ദീപ്കെ ഒരു ഭയപ്പെടുന്ന സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കുമുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കും അത് കാണുമ്പോൾ ആ ഒരു അഭിമാനം തന്നെ തോന്നുന്നുണ്ട്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് എന്തെല്ലാം തരത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് ജനങ്ങൾ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ കൂടുതൽ ബോധവൽക്കരിക്കുക
സൃഷ്ടിക്കുന്ന തരത്തിലാണ് അഭിജിത്തിന്റെ പല പ്രവർത്തനങ്ങളും. അതുകൊണ്ട് അതവിടെ മാറ്റി നിൽക്കുന്നു. എന്തായാലും അഭിജിത്ത് പല ആളുകൾക്ക് മാതൃകയാകുന്നു എന്ന തരത്തിലും ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സമരങ്ങളാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ CJP ആഹ്വാന പ്രകാരം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയിരുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനു ശേഷം ജന്തർ മന്ദറിലെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതേ മാതൃകയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നത്. അധ്യാപകരില്ലാത്തതും സ്കൂളിലെ സൗകര്യക്കുറവും ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ പ്രതിഷേധത്തിന്റെ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ജൻസികൾ നടത്തിയിട്ടുള്ള തരത്തിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനും അധ്യാപക ക്ഷാമത്തിനുമെതിരെ വിദ്യാർത്ഥികൾ തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത്. രാജസ്ഥാനിലെ ജാലോർ ജില്ലയിലെ മൊഗൾവ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ അധ്യാപക ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സ്കൂളിന് മുന്നിൽ മണിക്കൂറുകളോളം ധർണയിരുന്ന വിദ്യാർത്ഥികളെ പ്രാദേശിക ഭരണകൂടം ഇടപെട്ടാണ് ശാന്തരാക്കിയത്. തുടർന്ന് 4 അധ്യാപകരെ ഉടനടി നിയമിക്കാനും ബാക്കിയുള്ള 3 ഒഴിവുകൾ 10 ദിവസത്തിനകം നികത്താനും അധികൃതർ ഉത്തരവിടുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കണം, 1ാം ഗ്രേഡിൽ ഒരു അധ്യാപകൻ മാത്രമേ ഉള്ളൂ എന്നും 2nd ഗ്രേഡിൽ ആരുമില്ലെന്നും ഹിസ്റ്ററി അധ്യാപകനാണ് പ്രിൻസിപ്പാലിന്റെ ചുമതലയും വഹിക്കുന്നതെന്നും ഒക്കെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ ഇവർക്ക് സമയം ലഭ്യമല്ല. 1, 2, 3 ഗ്രേഡുകളിലും L1, L2 തസ്തികകളിലേക്കും അധ്യാപകരെ നിയമിക്കണം. ഇല്ല എങ്കിൽ സ്കൂൾ പൂട്ടി റോഡ് ഉപരോധിക്കും. ഞങ്ങൾക്ക് നീതി മാത്രമാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. ബീഹാറിലെ ഗയാ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ ഫാനുകളും ബെഞ്ചുകളും കുടിവെള്ള പമ്പുകളും തകരാറിലായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ മറ്റൊരു സമരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ആദ്യം ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെയാണ് ജില്ലാ ഭരണകൂടം അയച്ചത്. എന്നാൽ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചില്ല. ജില്ലാ മജിസ്ട്രേറ്റിനെ നേരിൽ കണ്ട സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഉറച്ച നിലപാടെടുത്തു. ഒടുവിൽ ജില്ലാ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട ശേഷം സമരം അവസാനിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ ദഹാനുവിൽ സ്കൂളിലെ സൗകര്യം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയത്. വൃത്തിഹീനമായിട്ടുള്ള ടോയ്ലറ്റുകൾ, സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടുകൾ എന്നിവ ചൂണ്ടിക്കാണിച്ച വിദ്യാർത്ഥികൾ പരിശോധനകൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ആരെയെങ്കിലും ലഭിക്കണം എന്നുള്ളതായിരുന്നു സമരത്തിന്റെ ആവശ്യം. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിലുള്ള സർവോദയ ഇന്റർ കോളേജിലെ വിദ്യാർത്ഥികളും ക്യാമ്പസിൽ വൻ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് സ്കൂൾ ഭരണകൂടത്തോട് എഴുതി വാങ്ങിയ ശേഷമാണ് അന്ന് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. ഇതിനൊക്കെ അഭിജിത്തിന്റെ തീരുമാനങ്ങളും സമര രീതികളും മാതൃകയായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം.